മികച്ച അധ്യാപകർ നയിക്കുന്ന ക്ലാസുകൾ, സുരക്ഷിതമായ വാഹന സൗകര്യവും ഞങ്ങളുടെ പ്രത്യേകതയാണ്. അഡ്മിഷൻ സ്റ്റാർട്ടഡ് LKG to 9th ആൻഡ് ട്രെൻഡ് പ്രീ സ്കൂൾ, KMO ഇംഗ്ലീഷ് ഹൈസ്കൂൾ, പിലാക്കോട്ടുപാടം, കരുളായി. അമരപുരം പഞ്ചായത്തിലെ കാട്ടാന ശല്യം അവസാനിക്കുന്നില്ല. കഴിഞ്ഞ ദിവസം രാത്രി 12 മണിയോടെ ഒളർവട്ടം ജനവാസ മേഖലയിൽ ഇറങ്ങിയ കാട്ടാനക്കൂട്ടം വ്യാപകമായി കൃഷി നശിപ്പിച്ചു. പരിക്കാക്കുഴി ശിവദാസൻ നായർ, സേതുമാധവൻ എന്നിവരുടെ കാർഷിക വിളകളാണ് കാട്ടാനകൾ വ്യാപകമായി നശിപ്പിച്ചത്. പൊട്ടിക്കൽ ഒളർവട്ടം ഭാഗത്താണ് കഴിഞ്ഞ ദിവസം രാത്രിയിൽ കാട്ടാന ഇറങ്ങിയത്. വീട്ടുവളപ്പിൽ നിന്നിരുന്ന മാവ്, പ്ലാവ്, കമുക്, വാഴ തുടങ്ങിയ കാർഷിക വിളകളാണ് ആനക്കൂട്ടം നശിപ്പിച്ചത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കാട്ടാനക്കൂട്ടം സ്ഥിരമായി ഇറങ്ങുന്നുണ്ടെന്നും മഴ ലഭിച്ചതിനാൽ കാട്ടിൽ അത്യാവശ്യം തീറ്റയുണ്ടെങ്കിലും ചക്ക, മാങ്ങ എന്നിവ ലക്ഷ്യമാക്കിയാകാം ആനകൾ നാട്ടിലേക്ക് ഇറങ്ങുന്നതെന്നാണ് കരുതുന്നതെന്ന് മുൻ വാർഡ് മെമ്പർ ബാലസുബ്രഹ്മണ്യൻ പറഞ്ഞു. നാട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്ന് RRT സംഘം രാത്രി 12:30 സ്ഥലത്തെത്തി പരിശോധന നടത്തിയിരുന്നു. കാട്ടാനശല്യം കാരണം സാധാരണക്കാർക്കും കർഷകർക്കും പുറത്തിറങ്ങാൻ സ്വസ്ഥമായി ജീവിക്കാനും കഴിയാത്ത അവസ്ഥയാണുള്ളത്. വന്യമൃഗശല്യത്തിന് ശാശ്വതമായ ഒരു പരിഹാരം അധികാരികളുടെ ഭാഗത്തുനിന്ന് അടിയന്തരമായി ഉണ്ടാകണമെന്നാണ് പ്രദേശവാസികളുടെ പ്രധാന ആവശ്യം. ഈ കഴിഞ്ഞ ദിവസം രാത്രി നമ്മളെ ഏട്ടൻ്റെ വീട്ടിൽ ഒരാനയല്ല 2-3 ആന ഉണ്ട്. ആന വരികയും മാവ്, അതുപോലെ തന്നെ പ്ലാവ്, കവുങ്ങ്, വാഴ ഇതൊക്കെ നശിപ്പിച്ചു. രാത്രി ഒരു 12 മണിക്ക് ശേഷമാണ് ഇതുണ്ടായിട്ടുള്ളത്. ഇപ്പോൾ ഈ അടുത്ത ദിവസങ്ങളിലായിട്ട് ആനണിക്കാട്, തേൾപ്പാറ, വളർവട്ടം ഭാഗങ്ങളിൽ ആനകളുടെ ഒരു കൂട്ടം സ്ഥിരമായിട്ട് ഇറങ്ങുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഇത് ഇങ്ങനെ ഇറങ്ങുന്നതെന്ന് പറയാൻ വയ്യ. കാരണം തീറ്റ തേടിയിട്ടല്ല. കാരണം തീറ്റയാണെങ്കിൽ ഇപ്പോൾ ഈ മഴയൊക്കെ പെയ്തപ്പോൾ അത്യാവശ്യം തീറ്റകളിലൊക്കെ വനത്തിൽ തന്നെ ഉണ്ടാവും. പക്ഷേ ഇപ്പോൾ ഈ ചക്കയുടെയും മാങ്ങയൊക്കെ കണ്ടിട്ടായിരിക്കാം, എന്തായാലും കൃഷിക്കാർക്ക് ജീവിക്കാൻ പറ്റാത്ത ഒരു കാലഘട്ടമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് പിന്നെ ഞാൻ RRT വിളിച്ചു, ഫോറസ്റ്റിനെ വിളിച്ചു. അവർ രാത്രി 12 മണിയായപ്പോഴേക്കും ഇവിടെ വന്നു. അവരുടെ നിരീക്ഷണം ഉണ്ടായിരുന്നു. എന്നാലും ഈ ഒരു വന്യമൃഗശല്യത്തിന് ശാശ്വതമായൊരു പരിഹാരം കാണാതെ കൃഷിക്കാർക്ക്, അതുപോലെ സാധാരണക്കാർക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ്, ജീവിക്കാൻ കഴിയാത്ത അവസ്ഥയാണ്. ന്യൂസ് ബ്യൂറോ, പൂക്കോട്ടുംപാടം.